ഹലോ എവരിവൺ, നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുഎസിന്റെ ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനവും യുഎസ് സുപ്രീം കോടതിന്റെ താരിഫ് റിലേറ്റഡ് റൂളിംഗും ഒക്കെ ക്രിയേറ്റ് ചെയ്ത ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കോർപ്പറേറ്റ് റിസൾട്ട് സീസണും ഒക്കെയായിരുന്നു വിപണിയെ സ്വാധീനിച്ച ഘടകങ്ങൾ. TCS, വിപ്രോ, ഇൻഫോസിസ്, ടാറ്റ എലക്സി, ടെക് മഹീന്ദ്ര തുടങ്ങിയ കമ്പനീസിന്റെ ഒക്കെ റിസൾട്ടും ഗൈഡൻസും എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയതുകൊണ്ട് തന്നെ ഈ വീക്ക് സെക്ടർ വൈസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സ് 2.79 നേട്ടം രേഖപ്പെടുത്തി. കൂടാതെ യെസ് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, HDFC, ICICI തുടങ്ങിയ പ്രധാനപ്പെട്ട ബാങ്കുകളുടെ എല്ലാം റിസൾട്ട്സ് ഈ വീക്ക് വരികയുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും 1.42% മുന്നേറ്റം നടത്തി. ഇനി ഈ ആഴ്ച വളരെ നല്ല നേട്ടം രേഖപ്പെടുത്തിയ മറ്റൊരു സെക്ടർ മെറ്റൽ സെക്ടറായിരുന്നു, 4.55%. ഇനി ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട സെക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി, ഫാർമ, മീഡിയ സെക്ടേഴ്സ് ഒക്കെ ഈ വീക്ക് നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വീക്കിലേക്കുള്ള നിഫ്റ്റിയുടെ കീ ലെവൽസ് എന്ന് പറയുന്നത് സപ്പോർട്ട് 25,615, അതിന് താഴെ 25,500, 25,300 ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 25,800 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ 26,000 ഉണ്ട്. ഈ ഒരു 26,000 എന്നുള്ള റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് കൺഫർമേഷൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് വീക്ക് വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഇവൻറ്റ്സ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് കോർപ്പറേറ്റ് റിസൾട്ട്സ് തന്നെയാണ്. ഇനി ലാസ്റ്റ് വീക്ക് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തതിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് വന്ന കുറച്ച് കമ്പനീസിനെ നിങ്ങൾക്ക് ഒന്ന് പറയുകയാണ്. SML മഹീന്ദ്ര 1,700% ആണ് നെറ്റ് പ്രോഫിറ്റിൽ. അതുപോലെ റവന്യൂവിൽ 62% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇൻഡോതായ് അതിൽ നെറ്റ് പ്രോഫിറ്റിൽ 1,600%, അതുപോലെ റവന്യൂവിൽ 366% ഇൻക്രീസ് ആണ് ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ പൂനാവാല ഫിൻകോർപ്പ് അതിൽ നെറ്റ് പ്രോഫിറ്റിൽ 689%, റവന്യൂവിൽ 72% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവ് റിസൾട്ട്സ് തന്ന മറ്റ് കമ്പനീസ് ലീല പാലസ്, PNB ഗ്ലിറ്റ്സ്, രവീന്ദ്ര എനർജി, ആക്സിറ്റ കോട്ടൺ, അതുപോലെ MRPL, ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ, BLB തുടങ്ങിയവയൊക്കെ വളരെ നല്ല റിസൾട്ട്സ് ആണ്. ഈ വാരി റിന്യൂവബിൾസ് ഇതൊക്കെ വളരെ നല്ല റിസൾട്ട്സ് ആണ് ഇപ്പോൾ ഈ ഒരു ക്വാർട്ടറിൻ്റെ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ SML, വാരി റിന്യൂവബിൾസ്, SML മഹീന്ദ്ര, MRPL ഒക്കെ നമ്മൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ മെമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്സ് ആണ്. ഇനി ഇത് കൂടാതെ നമുക്കറിയാം ഈ ലാസ്റ്റ് വീക്ക് കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ബാങ്കുകളുടെ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിൻ്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള Q3 റിസൾട്ട്സ് ആണ് വന്നിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 15.8% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 9.82% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് നെറ്റ് NPA ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 0.49 നിന്ന് 0.42 ആയിട്ട് ഡിക്രീസ് അത് കുറഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ട്രഷറി സെഗ്മെന്റ് പ്രോഫിറ്റിൽ 99.9% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കേസിലും നെറ്റ് പ്രോഫിറ്റിൽ 9.5% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഉണ്ടായി. 37,432 lakhs ആയിട്ടുണ്ട് അവരുടെ നെറ്റ് പ്രോഫിറ്റ്. ഗ്രോസ് NPA പെർസെൻറ്റേജ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 4.3 നിന്ന് 2.67 ആയിട്ട് ഇയർ ഓൺ ഇയർ ഗ്രോസ് NPA ഇംപ്രൂവ് ചെയ്തു. അതുപോലെ നെറ്റ് NPA 1.25% നിന്ന് 0.45% ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 57.24% ആയിട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത് 1.09 ആണ് ഈ ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. പിന്നെ അവർ ഡിപ്പോസിറ്റ്സിലും 12.2% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. റീറ്റെയിൽ ബാങ്കിങ് സെഗ്മെൻറ്റ് പ്രോഫിറ്റും 17% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് IDBI ബാങ്കാണ്. IDBI ബാങ്കും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള Q3 റിസൾട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ബാങ്കിൽ 1.4% സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിൽ 1.4% ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 24% ഡിക്ലൈൻ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കിൻ്റെ കേസിൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 54% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 11% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവരുടെ പ്രൊവിഷൻസിൽ 91.5% ഇയർ ഓൺ ഇയർ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. നെറ്റ് NPA റേഷ്യോ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് 0.5 നിന്ന് 0.3% ആയിട്ട്. അതുപോലെ ആനുവലൈസ്ഡ് റിട്ടേൺ ഓൺ അസറ്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് 0.9% ആയിട്ട്. മുമ്പ് ഇത് 0.6% ആയിരുന്നു. ഇനി നെക്സ്റ്റ് ബാങ്ക് RBL ബാങ്കാണ്. RBL ബാങ്കിൻ്റെ കേസിലും നെറ്റ് പ്രോഫിറ്റിൽ 388% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ പ്രൊവിഷൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 46% റിഡക്ഷൻ ആണ് പ്രൊവിഷൻസിൽ വന്നിട്ടുള്ളത്. പിന്നെ ഗ്രോസ് NPA റേഷ്യോ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് 2.92 നിന്ന് 1.88 ആയിട്ട്. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6.84% ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇംപ്രൂവ് ആയിട്ടുണ്ട്. കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 70% നിന്ന് 65.7% ആയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. അവരുടെ റിട്ടേൺ ഓൺ അസറ്റും 0.09 നിന്ന് 0.55% ആയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും സാറ്റർഡേ റിസൾട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്കാണ് ICICI ബാങ്ക്. ICICI ബാങ്കിൻ്റെ കേസിൽ നെറ്റ് പ്രോഫിറ്റിൽ 4% ഇയർ ഓൺ ഇയർ ഡിക്രീസ് ഉണ്ടായി. പക്ഷേ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 8% ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലും 4.3% ഇംപ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. 4.25 ആയിരുന്നു ലാസ്റ്റ് ഇയറിൽ. ഇനി അതുപോലെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് കുറച്ച് റെഡ്യൂസ് ആയിട്ടുണ്ട്. 1.58 നിന്ന് 1.53% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് NPA എന്ന് പറയുന്നത് 1.96% ആണ്. പ്രീവിയസ് ക്വാർട്ടറിൽ 0.39% ആയിരുന്നു. ലാസ്റ്റ് ഇയറിൽ 0.42% ആയിരുന്നു സെയിം പീരീഡിൽ.
ഇനി മറ്റൊരു ബാങ്ക് എന്ന് പറയുന്നത് HDFC ബാങ്കാണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. HDFC ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ 11.5% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 6.4% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഗ്രോസ് NPA റേഷ്യോയും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് 1.42 നിന്ന് 1.24 ആയിട്ട്. ഇനി റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത് മറ്റ് കമ്പനീസ് നമ്മൾ നോക്കാം. പ്രധാനമായിട്ടും റിലയൻസിൻ്റെ റിസൾട്ട് ജനുവരി 16 വന്നു. റിലയൻസിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 1% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. നെറ്റ് റവന്യൂവിൽ കൺസോളിഡേറ്റ് ആയിട്ട് 10% ഇംപ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. 2.44 ലാക്ക് കോറായിട്ട് അത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ജിയോ സ്റ്റാറിൻ്റെ കേസിൽ എബിറ്റ എന്ന് പറയുന്നത് 1303 CR ആയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആവറേജ് മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് 450 മില്യൺ ആയിട്ടുണ്ട് ഈ ലാസ്റ്റ് റിപ്പോർട്ട് പ്രകാരം. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ 8.4% ഡൗൺ സൈഡാണ് ഇയർ ഓൺ ഇയർ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ എബിറ്റയിലും 12.7% ഇയർ ഓൺ ഇയർ ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഓയിൽ ടു കെമിക്കൽ സെഗ്മെന്റിൽ പക്ഷേ 8.4% ഇയർ ഓൺ ഇയർ ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. എബിറ്റയിലും ഓയിൽ ടു കെമിക്കൽ സെഗ്മെന്റിൽ 14.6% ഇയർ ഓൺ ഇയർ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. റീറ്റെയിൽ സെഗ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ സെഗ്മെന്റിൽ ആനുവലി 8% ഇംപ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ എബിറ്റയിലും 1.3% ഇയർ ഓൺ ഇയർ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എബിറ്റ മാർജിനിലും 8% ഇൻക്രീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്ന കമ്പനീസ് പ്രധാനപ്പെട്ട കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൺഡേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഹിൻസിംഗ്, അതുപോലെ LT മൈൻട്രി, അതുപോലെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റ ക്യാപിറ്റൽ, അതുപോലെ BHEL, ഹാവൽസ്, സീറ്റ് ലിമിറ്റഡ് തുടങ്ങിയവരുടെയൊക്കെ റിസൾട്ട്സ് മൺഡേ വരുന്നുണ്ട്. ട്യൂസ്ഡേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന പെർസിസ്റ്റന്റ്, യുണൈറ്റഡ് സ്പിരിറ്റ്, അതുപോലെ ITC ഹോട്ടൽ, ഗുജറാത്ത് ഗ്യാസ്, ഇന്ത്യ മാർട്ട്, വിക്രം സോളാർ, നാസ്ഡക്, സെനോർസ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് ട്യൂസ്ഡേ ആണ് വരുന്നത്. വെനസ്ഡേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഹൗസിംഗ്, ആനന്ദ് രാജ്, അതുപോലെ ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ഹിൻ പെട്രോ, ബാങ്ക് ഇന്ത്യ, ഡോക്ടർ റെഡ്ഡീസ്, എറ്റേണൽ, KE ഇൻഡസ്ട്രീസ്, ഗ്രാവിറ്റ, തങ്കമലയിൽ, KPI ഗ്രീൻ തുടങ്ങിയവരുടെയൊക്കെ റിസൾട്ട് വെനസ്ഡേ പബ്ലിഷ് ചെയ്യും. തേഴ്സ്ഡേ റിസൾട്ട്സ് വരുന്നത് ഇന്ത്യൻ ബാങ്ക്, അദാനി എൻസോള്, എംഫസിസ്, APL അപ്പോളോ, റാഡിക്കോ, പ്രീമിയർ, IIFL, സെൻ ആർടെക്, അതുപോലെ GSPL, ക്യാംസ്, ബന്ധൻ ബാങ്ക് തുടങ്ങിയവരുടെയൊക്കെ റിസൾട്ട് തേഴ്സ്ഡേ ആണ് വരുന്നത്. ഫ്രൈഡേ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനീസ് എന്ന് പറഞ്ഞാൽ JSW സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ്, BPCL, അദാനി ഗ്രീൻ, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്, സിപ്ല, ഇൻഡസ് ഇൻ ബാങ്ക്, MCX, ലോറസ് ലാബ്, പിരമൽ ഫിനാൻസ്, നുവാമ, അർബൻകോ, ഇന്ത്യ സിമൻസ്, ഗ്രാന്യൂൾസ്, DCB ബാങ്ക് തുടങ്ങിയവരുടെയൊക്കെ റിസൾട്ട് ഫ്രൈഡേ പബ്ലിഷ് ചെയ്യും. സാറ്റർഡേ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നതിനകത്ത് വരുന്ന കമ്പനീസ് കൊഡാക് ബാങ്ക്, അൾട്രാ സിമൻസ്, ചെന്നൈ പെട്രോ, SPFC, IFB ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. വരുന്ന ആഴ്ച റിസൾട്ടുകൾ തന്നെ ആയിരിക്കും വിപണിയെ സ്വാധീനിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. മുന്നേ പറയുന്ന പോലെ തന്നെ വീണ്ടും നമ്മൾ പറയുന്നു സെക്ടർ സ്പെസിഫിക് ആയിട്ടും അതുപോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡുകൾ മാത്രം എടുക്കുക. ഞാൻ സെബി രജിസ്റ്റർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ അതുപോലെ ഫ്രീ ടെലിഗ്രാം ചാനലും ഒക്കെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഞങ്ങളുടെ അഡ്വൈസറി സർവീസസിനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്